സ്വാഭാവികമായും ഈ സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ജനപിന്തുണ ഇതിലൊരു മാനദണ്ഡമാക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് വി ഡി സതീശൻ അക്കാര്യം പ്രത്യേകമായി ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജനങ്ങളുടെ സെന്റിമെന്റ്സ് കണക്കിലെടുക്കാതെ, അണികളുടെ സെന്റിമെന്റ്സ് കണക്കിലെടുക്കാതെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഹൈക്കമാൻഡിന് സാധിക്കുമോ? ഹൈക്കമാൻഡ് അണികളുടെ ഒരു സെന്റിമെന്റ്സ് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം അവർ ഇതിനകം തന്നെ ഒരു ഷാഡോ സംഘത്തിനെ കേരളത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവർ ആദ്യം പരിഗണിക്കുന്നത് തന്നെ ഇതൊരു ജെന്യുവിനായിട്ടുള്ള ഒരു VDS അനുകൂല പ്രകടനമാണോ ഉണ്ടാകുന്നത്, അതോ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്ത് ആളുകളെ തെരുവിലിറക്കുകയാണോ ചെയ്ത് എന്നുള്ളതാണ്. ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ PR ഏജൻസി പഠിച്ചതനുസരിച്ച് അവർ പറയുന്നത് പല പാർട്ടി നേതാക്കന്മാർ ആരും പറഞ്ഞിട്ടല്ല, പലയിടങ്ങളിലും സ്വമേധയാ തന്നെ ജനങ്ങൾ VDയെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല ഘടകകക്ഷികളിലേക്ക് വന്നാൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം വാക്കാൽ തന്നെയാണ് നിരീക്ഷകർ മല്ലികാർജ്ജുന ഖാർഗെയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കേരളം പോലത്തുള്ള ഒരു സംസ്ഥാനത്തെ പരിഗണിക്കുമ്പോൾ, അവിടുത്തെ മുഖ്യമന്ത്രിയെ പരിഗണിക്കുമ്പോൾ കേവലം ഈ MLA മാരുടെ മാത്രം എണ്ണം എടുത്താൽ പോരാ എന്നുള്ള ഒരു നിരീക്ഷകരുടെ ഒരു വാക്കാലുള്ള പരാമർശം മല്ലികാർജ്ജുന ഖാർഗെയുടെ മുന്നിലുണ്ട്. മറ്റൊരു ഭാഗം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ, അതായത് MLA മാരുടെ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഒരാൾക്കാണ്, പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നില്ല. MLA മാരുടെ ബഹുഭൂരിപക്ഷം പിന്തുണയും ലഭിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് ഭാവിയിൽ സർക്കാരിലുണ്ടാക്കുന്ന അസ്വാരസ്യത്തെക്കുറിച്ചുകൂടി ഹൈക്കമാൻഡ് ആലോചിക്കില്ലേ? അങ്ങനെയെങ്കിൽ അത് വി ഡി സതീശന് തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ? ഈ സമയം ഇപ്പോൾ അവർ അവതരിപ്പിക്കുന്ന യോഗത്തിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു മിനിറ്റുകൾ മാത്രമാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യോഗം തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറാകുന്നു. അവർ പ്രധാനമായും ഒരു ഹൈക്കമാൻഡ് ആദ്യം അവതരിപ്പിച്ചത് എന്താണ് ഈ നിരീക്ഷകരുടെ റിപ്പോർട്ട്, അതായത് ഇതുവരെ പബ്ലിഷ് ചെയ്തിരുന്നില്ല MLA മാരുടെ പിന്തുണ എത്ര പേരുടെയാണ് എന്നുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും, അതായത് മുകുൾ വാസ്നിക്കിന്റെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ പുറത്തു വരികയും KC എന്നുള്ള ഒരു പേരുകളായിരുന്നു കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മുകുൾ വാസ്നിക്ക് തന്നെ ഈ വീട്ടിൽ വെച്ച് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞതായിരുന്നു. കാര്യം ഒരു ഡോക്യുമെന്റ് ഒരു വസ്തുതയുള്ള ഡോക്യുമെന്റ് അല്ല, ഫാക്ച്വൽ അല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരുടെ ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം ഒരിടത്തും ഇക്കാര്യങ്ങൾ ഒരു വെളിപ്പെടുത്തിയിട്ടില്ല. ഇവര് മുകുൾ വാസ്നിക്കും അജയ് മാക്കനും റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് മാത്രമായിരുന്നു ഇത് സമർപ്പിച്ചിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യോഗം കൂടുമ്പോൾ ആദ്യം ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വെച്ചായിരുന്നു. ആ ഡോക്യുമെന്റിൽ ആണ് പറഞ്ഞിരിക്കുന്നത് KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ എന്നുള്ളൊരു കാര്യം. ഇനി ബാക്കിയുള്ള വരായികകൾ, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉപതെരഞ്ഞെടുപ്പ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് മന്ത്രിയായതിനു ശേഷം മത്സരിച്ച K മുരളീധരൻ പിന്നീട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് 6 മാസം ഒരു ജനാധിപത്യം നൽകുന്ന ഒരു അവകാശമാണ്. അതായത് ഒരു പ്രഗത്ഭനായ ഒരാളെ ഒരു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത ഒരാളെ കൊണ്ടുവരാനും അദ്ദേഹം സ്വാഭാവികമായും പിന്നീട് പാർലമെന്ററി നടപടിയുടെ ഭാഗമാകാൻ മതി എന്ന തരത്തിലേക്ക് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരത്തിന് മുന്നോട്ട് വെച്ചത്. കാര്യം അദ്ദേഹത്തിന്റെ ആദ്യ മന്ത്രിസഭയിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരായിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നീട് അവർ രാജ്യസഭ വഴിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ പാർലമെന്റിന്റെ അംഗമാകുകയായിരുന്നു ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു നടപടി, പ്രഗത്ഭരെ കൊണ്ടുവരാനുള്ള ഒരു നടപടി ഇവിടെ നിലവിൽ ഓൾറെഡി MLA മാർ, അത് മികച്ച നേതാക്കന്മാർ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരാളെ പുറത്തു നിന്ന് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഇനി അഭിപ്രായം പറയേണ്ടത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ്. അവരുടെ ഊഴമെത്തുമ്പോൾ അവർ ഇക്കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളാണ്. അദ്ദേഹം ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ഈ യോഗത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്.